കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്ക് മുകളിലായി മലയാള സിനിമയിൽ അലയടിക്കുന്ന അല്ലെങ്കിൽ ഓളം സൃഷ്ടിക്കുന്ന രണ്ട് പേരുകളാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ അവരുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും മികച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് അന്നും നിലകൊള്ളുന്നത്, ഇന്നും നിലകൊള്ളുന്നത്. പക്ഷെ ഫാൻസുകാർ അവരുടെ രീതിയിൽ അതിനെ ന്യായീകരിക്കും. മമ്മൂട്ടിയാണ് ഏറ്റവും മികച്ചതെന്ന് പറയും, മോഹൻലാലാണ് ഏറ്റവും മികച്ചതെന്ന് പറയും. പക്ഷെ ഒരു ന്യൂട്രൽ ഓഡിയൻസിന്റെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണെന്നേ പറയുള്ളൂ. പക്ഷേ ഈ രണ്ടുപേരിൽ ഏറ്റവും മികച്ചത് ഒരാളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മമ്മൂട്ടി, മോഹൻലാൽ ആരാണ് അതിൽ ഏറ്റവും മികച്ചത്? ഈ ഒരു ചോദ്യം എത്ര കൊല്ലങ്ങളായിട്ട് കേൾക്കുന്നതാണെന്നറിയോ? ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുകളിലായിട്ട് ചോദ്യമാണ്. ഇപ്പോഴും വീണ്ടും ആ ഒരു ചോദ്യം തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈയിടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരുന്നുണ്ട്. ആരാണ് മികച്ചത്, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലേറ്റവും മികച്ച വ്യക്തി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാകണം. ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ കുറെ ആളുകളായിട്ട്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഒരു കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള പ്രീ കോവിഡ് ഇയറ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരേ ബാലൻസിങ് പൊസിഷനിലാണ് പോകുന്നത്. അതായത് ഒരാൾ ക്ലാസ്സിക് കഥാപാത്രം ചെയ്യുമ്പോൾ മറ്റേയാൾ മാസ് ചെയ്യുന്നുണ്ട്, അപ്പൊ മറ്റേയാൾ മാസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരേ രീതിയിൽ തുലനില പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിനൊരു വമ്പൻ മാറ്റം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള ആ ഒരു ഇറയായിരുന്നു. ആ ഒരു ഇറ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിച്ചത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിനെ ഏൽപ്പിച്ച ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ബോട്ടോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പാക്ട് കൊണ്ട് മോഹൻലാൽ ഉണ്ടാക്കിയ ആഘാതത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അതിപ്പം ഈ ഒരു 6-7 കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു ഇമ്പാക്ട് മോഹൻലാലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വലുതാണ്. നമ്മൾ ഓരോ അഭിനയം എടുത്ത് നോക്കിയാലും കാണാം. പക്ഷെ ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ പറഞ്ഞ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതും മോഹൻലാലിന്റെ ക്ലോസ് ഷോട്ട് വെച്ച് ആ കണ്ണുകളിൽ കാണുന്ന അഭിനയം കാണിച്ചത്. ഞാനിപ്പം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള ഈറ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള പല ജേണറിലുള്ള കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. പല ജേണർ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങൾ. അതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരിയായിട്ട് കലാമൂല്യമുള്ള ഒരുപാട് സിനിമകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരിച്ച് മോഹൻലാലിന്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഈ 2020 ശേഷം നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ വളരെ വിരലിലെണ്ണാവുന്ന സിനിമകളെ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പലതും നമുക്കറിയാം. ദൃശ്യം 2 ഒക്കെ തന്നെ OTT അങ്ങ് റിലീസായി പോയി. പിന്നെ കുറച്ചെങ്കിലും ആ മോഹൻലാലിന്റെ ഒരു കോമഡി രീതിയിൽ വരുന്ന സിനിമയായിരുന്നു ബ്രോഡാഡി എന്ന് പറയുന്നത്, അത് OTT പോയി. പിന്നെ OTT ഇറക്കാൻ പറ്റിയ ഈ മോൺസ്റ്ററും അല്ലെങ്കിൽ എലോൺ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ നേരെ തിയേറ്ററിലൊക്കെ കിട്ടു. അപ്പോൾ കിട്ടിയ ആ ഒരു കൂവലും അല്ലെങ്കിൽ മോഹൻലാലിനെ ട്രോൾ ചെയ്യവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. എന്തുകൊണ്ട് മോഹൻലാലിനെ ട്രോളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഓരോ സാധാരണ പ്രേക്ഷകർക്കിടയിലും മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഉണ്ടാക്കിയ സാന്നിധ്യം, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ ഒരു സിനിമ പരാജയമായാൽ ഇവിടെ ചർച്ചയാവുന്നതും വിജയമായാൽ ചർച്ചയാവുന്നതും. അത്രയ്ക്കും ഒരു ഇമ്പാക്ട് മോഹൻലാൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് അത്രത്തോളം ഇമ്പാക്ട് വരുന്നില്ല. പക്ഷേ ഈ ഒരു കോവിഡിന് ശേഷമുള്ളതിൽ നാഷണൽ ലെവൽ പോലും മമ്മൂട്ടിയുടെ സിനിമകൾ ചർച്ചയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സ്ക്രിപ്റ്റും ഓരോന്നും വേറെയാണ്. ഇപ്പൊ ഭീഷ്മവർമ്മ എന്ന് പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ സിനിമ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ തന്നെ ബേസ് ചെയ്തൊരു സിനിമയാണ് കാതൽ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നത്. അതേപോലെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. മമ്മൂട്ടി ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിന്റെ ആ ഒരു സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈലൈറ്റ് ആണ്. ഓരോ ഇന്റർവ്യൂവിലും എനിക്ക് തോന്നുന്നു നമ്മുടെ പല നാഷണൽ ലെവൽ ഇന്റർവ്യൂ, പ്രത്യേകിച്ച് ബോളിവുഡിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ എല്ലാവരും എടുത്തു പറയുന്നു, ഓരോരുത്തരും എടുത്തു പറയുന്നത് എങ്ങനെയാണ് മമ്മൂട്ടി സാർ ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്, ഇതിനുള്ള ഉതകുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നത്, ഇപ്പോഴും അവസരം കൊടുക്കുന്നത്. ഇപ്പം ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഒരു പുതുമുഖ സംവിധായകനെ ഏകദേശം 70ഓളം നവാഗതരായ സംവിധായകർക്ക് മമ്മൂട്ടി അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവസരം കൊടുത്തവരെല്ലാം തന്നെ ഇന്ന് മലയാള സിനിമയിലെ ടോപ്പ് ഡയറക്ടേഴ്സും ആയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഒരുപാട് സിനിമകൾ ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ലണ്ടൻ ഫിലിം സൊസൈറ്റിയിലെ ആ ഒരു അഭിനയത്തിന്റെ രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അതിലെ മമ്മൂട്ടിയുടെ അഭിനയ രീതിയെ പറ്റിയും ചർച്ചാ വിഷയമായിരുന്നു. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നാഷണൽ മീഡിയസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ, സിനിമ ഫീൽഡിലെ ഇന്റർവ്യൂ എടുത്തു നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ബോളിവുഡിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എങ്ങനെ ഇത്ര മനോഹരമായ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓരോ ആൾക്കാർ, ഓരോ അഭിനേതാവും എടുത്തു പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു
ചൂസിംഗ് ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ആണ്. അതുപോലെ അദ്ദേഹം നവാഗതരായ സംവിധായകർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70ഓളം സംവിധായകർക്ക് നമ്മുടെ മമ്മൂട്ടി അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവസരം കൊടുത്ത ഈ വ്യക്തികളെല്ലാം തന്നെ ഇന്ന് മലയാളത്തിലെ ടോപ്പ് ഡയറക്ടേഴ്സും ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ മോഹൻലാലിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചുറ്റും ഒരു വലിയൊരു വലയമുണ്ട്. അദ്ദേഹം ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കോവിഡിന് ശേഷമുള്ള ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് അതൊരു സ്റ്റാർ ബേസ് ചെയ്ത ഓഡിയൻസ് അല്ല. മികച്ച സിനിമകൾ ആരിറക്കിയാലും മലയാളികൾ പോയി കാണും, കൈയടിക്കും. അവിടെ മമ്മൂട്ടിയോ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിന്റെ പേര് വെച്ചൊന്നും സിനിമ ഓടുന്ന ലെവലൊക്കെ കഴിഞ്ഞുപോയി. അത് മാറി, അതായത് അപ്ഡേറ്റഡ് ആയി മാറി. ഈ മമ്മൂട്ടിയെ എടുത്തു പറയുന്നത് അപ്ഡേറ്റഡ് മമ്മൂട്ടിയെ. ഓൾറെഡി മമ്മൂട്ടി നേരത്തെ തന്നെ അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കോവിഡിന് ശേഷം അദ്ദേഹം കൂടുതൽ അപ്ഡേറ്റ് ആയി. എടുക്കുന്ന സിനിമകൾക്കുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമകൾ എടുക്കുന്നുണ്ട്. അതുപോലെ പക്ക കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്നുണ്ട്, മാസ് സിനിമകൾ എടുക്കുന്നുണ്ട്. റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പക്ക ഇന്റർനാഷണൽ സ്റ്റഫ് ലെവലിൽ ഉള്ള രീതിയിലാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ മോഹൻലാലിലോട്ട് നോക്കൂ. അദ്ദേഹത്തിന്റെ കുറെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേര് യെല്ലോണ മോൺസ്റ്റർ എന്നുള്ള സിനിമകൾ ചെയ്യും. എന്നാൽ കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള സിനിമകൾ എന്ന് പറയുന്നത് ദൃശ്യം 2 അല്ലെങ്കിൽ ബ്രോഡാഡി ഒക്കെ നേരെ OTT റിലീസും കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വലയം ഭേദിച്ച് അദ്ദേഹം മുന്നോട്ട് വരികയും അതുപോലെ ഒരുപാട് നവാഗതരായ സംവിധായകർ മോഹൻലാലിന്റെ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇപ്പം തരുൺമൂർത്തി എന്ന് പറഞ്ഞ വ്യക്തി തുടരും എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. ചിലപ്പോൾ അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു വ്യക്തമായ ഒരു ക്യാൻവാസ് ഉണ്ടായിരുന്നു. തരുൺമൂർത്തിക്ക് ഓരോ ഇന്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്ന് മമ്മൂട്ടി ചെയ്യുന്ന പോലെ മോഹൻലാലും കൂടെ ചെയ്താൽ ഒരു പക്ഷേ വലിയൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ അറ്റ് പ്രസന്റ് ഈ ഒരു കോവിഡിന് ശേഷമുള്ള ഇയർ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ടുപേരിൽ ഏറ്റവും ബെറ്റർ ആക്ടർ എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മോഹൻലാൽ ആസ് എ സ്റ്റാർ അവിടെയുണ്ട്, പക്ഷെ ആസ് എ ആക്ടർ അത്രയും മോഹൻലാലിന്റെ കാലിബർ കാണിക്കുന്ന പടങ്ങൾ ഈ ഒരു കോവിഡിന് ശേഷം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ബാലൻസ് ചെയ്യുന്ന ആ ഒരു മാറി, ഔട്ട് ഓഫ് ദി ബോക്സ് മാറി മമ്മൂട്ടിയാണ് കുറച്ചൊരു മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന് ശേഷമുള്ള ഒരു ഇറ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുത്? എന്തായാലും എന്ത് തന്നെയായാലും അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.